എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം മാർത്തി ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫലനോസിന് നല്ല ആരോഗ്യം ഉണ്ടാവാനും പെട്ടെന്ന് വേരുകൾ ഉണ്ടാവാനും ഫ്ലവറിങ് ആകാനുമുള്ളൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 100 ഗ്രാം ഉലുവയാണ്. ഈ ഉലുവ ഒരു 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട്, അത് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിറയെ വെള്ളം ഒഴിച്ചാൽ കിട്ടിയേക്കാം. ഇത് നന്നായിട്ടൊന്ന് കുതിരട്ടെ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അരച്ചിട്ട് നമ്മളൊരു ദിവസം കൂടെ വെച്ചുകൊണ്ടിരിക്കണം. അതായത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ അതിൻ്റെ എസൻസും ഗുണങ്ങളെല്ലാം വെള്ളത്തിൽ അരച്ചതിനകത്താകത്തുള്ളൂ. എന്നിട്ട് നമ്മളത് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വെച്ച ഉലുവ നമ്മൾ അരച്ച് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഈസ്റ്റും കൂടെ, ഒരു 2 ഗ്രാം ഈസ്റ്റും കൂടെ മിക്സ് ചെയ്ത് 24 മണിക്കൂർ വെച്ചിട്ട് അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത്, അതായത് ഫിൽട്ടർ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ വെള്ളം. ഈ വെള്ളം കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഓർക്കിഡിനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഓർക്കിഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഓർക്കിഡ് നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കണം. ഈ വെള്ളം മുക്കിയിട്ട് ഇതാ വെയിൽ കൊണ്ടിട്ട് അതിൻ്റെ ഇല പോയതാണ്, പൊള്ളിപ്പോയതാണ്. പക്ഷെ അത് കളയേണ്ട കാര്യമില്ല, അത് വന്നോളൂ. നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഉലുവായും ഈസ്റ്റുമാണ്. 24 മണിക്കൂർ നമ്മളത് പുളിപ്പിച്ചിട്ട് ഫിൽട്ടർ ചെയ്ത് എടുത്തു. എന്നിട്ട് അത് നേർപ്പിച്ച് എടുത്തിരിക്കുന്നതാണ് നമ്മളുടെ ഈ ഇന്നത്തെ ഫെർട്ടിലൈസർ. ഇതിൻ്റെ ഈ അടിയും എല്ലാം മൊത്തം നമുക്കിതങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഭാഗം മൊത്തം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ആ ഇലയ്ക്കകത്തെ പൊടികളൊക്കെ പിടിച്ചിട്ട് ഇത് കറക്റ്റ് ഇതിൻ്റെ ഫോട്ടോസിന്തസിസും നടക്കുകയില്ല. അതായത് ഇല വഴിയാണല്ലോ ചെടികളെല്ലാം ഫുഡിനുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ഫെർട്ടിലൈസർ കൊടുത്താലും ഈ ഇലയിൽ ഇങ്ങനെ പൊടികൾ ഇരിക്കുന്നത് കാരണം ഇതിൻ്റെ പ്ലാന്റിന് നല്ല രീതിയിൽ അത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ ഈ രീതിയിലൊക്കെ അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫെർട്ടിലൈസർ എന്നാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, അത് മറന്നു പോരുതാരും. ഉലുവ ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തു. അതിനുശേഷം അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് 24 മണിക്കൂർ വെച്ചിട്ട് നമ്മളത് ഡൈല്യൂട്ട് ചെയ്തു. 24 മണിക്കൂർ ചെയ്തിട്ട് അത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തെടുത്ത് അരിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അത് ഡൈല്യൂട്ട് ചെയ്തു. കാണാമല്ലോ അല്ലേ? ആ ഒരു വെള്ളമാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് കൊടുക്കണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഇപ്പം ഞാനീ പറയുന്ന വീഡിയോയിൽ ഈ പറയുന്നതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നവർ ഒന്ന് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ട്രിക്സും ഒക്കെ ആയിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ. അത് നിങ്ങളാരും മറന്നു പോകരുത്. ഇത് നമ്മുടെ ഓർക്കിഡിന് നന്നായിട്ട് ഫ്ലവർ വരാനും നല്ല ഗ്രോത്ത് ഉണ്ടാകാനും പറ്റിയൊരു ഫെർട്ടിലൈസറാണ് നമ്മൾ ഇന്നീ കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാനീ കാണിക്കുന്ന എന്നാന്ന് വെച്ചാൽ, ഇതെൻ്റെ മെതേഡുകൾ ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഒരു ഉപകാരമാണെന്നെങ്കിൽ ആയിക്കോട്ടെ എന്നോർത്താണ് ഞാൻ ഈ രീതികളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്.
അപ്പം അറിയാമല്ലോ, നമുക്കിവിടെ കുറേ ഓർക്കിഡ് പ്ലാന്റ് അല്ല ഫണൽ ഹൗസസ് ഉണ്ട്. ഇതെല്ലാം കൂടി ഞാനൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു മെത്തേഡ് ഇതാണ് കേട്ടോ. അടുത്ത ഒരു മെത്തേഡ്, നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഈ പ്ലാന്റ് ഇറക്കി വെച്ചിട്ട് ഈ ഫെർട്ടിലൈസർ, അതായത് ഈ വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 10-20 മിനിറ്റ് അവിടെ ഇരുന്ന് സോക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ ഇല തുടച്ചെടുത്തല്ലോ, ഇത് ആ വെള്ളം തന്നെയാണ് കേട്ടോ. ആ വെള്ളവും നമ്മൾ ഈ ഇല വഴി ഒന്നുകൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇല നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് ഇതാക്കി എടുക്കുക. ഇതിങ്ങനെ ഓരോ ആഴ്ച ഇടവിട്ട് നമ്മൾ ഈ രീതി ചെയ്ത് കഴിയുമ്പം നമുക്ക് നേരിൽ കാണാം നമ്മുടെ ഓർക്കിഡിൻ്റെ ആ ഒരു മൊത്തം മാറ്റങ്ങൾ. നമുക്ക് ഈ പോട്ടിൽ, അതായത് ഡിപ്പ് ചെയ്ത് വെക്കാൻ പറ്റാത്തതാണ് ഇങ്ങനെ കിടക്കുന്നതൊക്കെ. ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ആ ഉലുവ വെള്ളവും ഈസ്റ്റും കൂടി, ഉലുവ ഈസ്റ്റും കൂടി ഇട്ട ഫെർട്ടിലൈസർ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ പ്ലാന്റിലും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ലീഫ് തുടയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫെർട്ടിലൈസറും ഫംഗിസൈഡും ഒക്കെ കൊടുക്കും. നമ്മുടെ ഈ അന്തരീക്ഷത്തിലെ പൊടികൾ എല്ലാം ഈ ഇലയിൽ പറ്റി പിടിച്ചിട്ട് അതിന് ശരിക്കുള്ള ആവശ്യമായ പോഷകങ്ങളൊന്നും വലിച്ചെടുക്കാൻ പറ്റുകയില്ല. അതിനാണ് നമ്മൾ ആ ലീഫൊക്കെ തുടയ്ക്കുന്നത്. അത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പം നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സക്സസ് ഉറപ്പാണ്. അപ്പം അതിൻ്റെ സക്സസ് ഒക്കെ ആയിട്ട് ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം. നമ്മുടെ ഓർക്കിഡിനെ സ്നേഹിക്കുന്നുണ്ട്, ഇച്ചിരിയൊക്കെ നമ്മൾ മെനക്കിടണം കേട്ടോ. അത് നിങ്ങളാരും മറന്നു പോകരുത്. അപ്പം നമ്മൾ ഈ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റും അല്ലാത്തതും എല്ലാത്തിനും ഈ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കണേ. ഇപ്പം ലീഫൊക്കെ നമ്മൾ തുടച്ചില്ലേ, ലീഫ് തുടച്ച് വെള്ളത്തിൽ മുക്കി വെച്ചു എടുത്തു. അതുമൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ആഴ്ച ഇടവിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ കണ്ടോ? എങ്ങനെയുണ്ടെന്ന് നോക്ക്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളും താല്പര്യമുള്ളവരൊന്നും ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് 100% ഉറപ്പായിരിക്കും കേട്ടോ. ഇതിനകത്തുനിന്ന് ചെറിയൊരു കിക്കീസിങ് ഒരു ബഡ്ഡൂടെ വരുന്നുണ്ട്. അത് ചെറുതാണ് കേട്ടോ. അതുകൂടെ കാണിക്കാൻ വെയിറ്റ് ചെയ്തിരുന്നാൽ ഇതെല്ലാം വിരിഞ്ഞു പോകും, ഫ്ലവറെല്ലാം. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടവർക്ക് ഇപ്പോഴേ തന്നെ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോഴേ ഈ വീഡിയോ കാണിക്കുന്നത്. വേരൊക്കെ ചാടി വരുന്നത് കണ്ടോ? പിന്നെ ഇതിനകത്ത് കാണാൻ പറ്റും, ഇതിനടിയിലാണ് വേര് വരുന്നത്. പിന്നെ അത് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പ്ലാന്റ് തടിക്കഷ്ണത്തിൽ. അത് ഇതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ വേര് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ ഗുണകരമായ കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് റിസൾട്ട് അറിഞ്ഞിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ രീതികളൊക്കെ ഫോളോ ചെയ്യാം, നിങ്ങൾക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന രീതികളൊക്കെ ഫോളോ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ ഹാങ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് കാണിക്കട്ടെ. കണ്ടോ അതിൻ്റെ വേര് കണ്ടോ? ഇത് നമ്മളെ ഫെർട്ടിലൈസർ കൊടുത്തതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഈ കാണുന്നത്. ഇതേ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ചട്ടിയിൽ വളർത്തുന്നതിനേക്കാളും നല്ലത് ഫണൽ ഹൗസസ് ഇങ്ങനെ ഹാങ് ചെയ്ത് വളർത്തുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് ചെയ്താൽ നല്ലൊരു ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നും പറയുന്ന പോലെ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഒന്ന് കൂടുക. അപ്പോൾ വീണ്ടും മറ്റൊരു
ഗുണകരമായ വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്.